പ്രിയ ദൈവജനമേ, ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 36 മുതൽ 38 വരെയുള്ള സുവിശേഷ ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. കരുണയുടെ ഉറവിടമായ ദൈവത്തെ പോലെ കരുണയുള്ളവരായിരിക്കാൻ ഈ വചനഭാഗം നമ്മെ ഓരോരുത്തരെയും ഇന്നേ ദിവസം ആഹ്വാനം ചെയ്യുന്നു. മറ്റുള്ളവരെ വിധിക്കാതെയും കുറ്റപ്പെടുത്താതെയും ഇരിക്കുമ്പോൾ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സ്നേഹത്തിന് കൂടുതൽ അർഹരായി മാറുന്നു. ഈ സത്യം നാം തിരിച്ചറിയണം. മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള വലിയ മനസ്സ് കാട്ടുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ് നമ്മോടും ക്ഷമിക്കുന്നു. അതല്ലെങ്കിൽ നമ്മുടെ പാപങ്ങളും ക്ഷമിക്കപ്പെടുകയില്ല. നാം മറ്റുള്ളവർക്ക് നൽകുന്ന സ്നേഹവും കരുണയും അതേ അളവിൽ തന്നെ നമ്മുടെ ജീവിതത്തിലേക്കും തിരികെ വരുന്നു. അളന്ന് തൂക്കി നൽകാതെ ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ ക്രിസ്തു നമ്മോട് ആവശ്യപ്പെടുന്നു. ഈ നോമ്പ് കാലത്ത് നമ്മുടെ കുറവുകളെ തിരിച്ചറിഞ്ഞ് സഹോദരങ്ങളിലേക്ക് കരുണയുടെ കരം നീട്ടാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവികമായ അളവുകോലുകൾ നമ്മുടെ ലൗകിക ചിന്തകൾക്കും അപ്പുറമാണെന്ന് ഈ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അളവിനേക്കാൾ സമൃദ്ധമായി ദൈവം നമ്മുടെ മടിശീലയിൽ നിറച്ചു തരും. ഒരു സംശയവും വേണ്ട. വിട്ടുവീഴ്ചയില്ലാത്ത സ്നേഹവും അതിരുകളില്ലാത്ത ദയയും നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ മുഖമുദ്രയാക്കണം. അമർത്തി കുലുക്കി വിതറി കവിയുന്ന അളവിലാണ് ദൈവം തൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ഹൃദയത്തിലെ വിദ്വേഷവും കയ്പും നീക്കം ചെയ്ത് ശുദ്ധമായ മനസാക്ഷിയോടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ആയിരിക്കാം. ദൈവഹിതം പാലിച്ച് ജീവിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം ലോകം നൽകുന്നതിനേക്കാൾ വലുതാണ്. ഈ വിശുദ്ധ ദിനത്തിൽ കരുണയുടെ പ്രവാചകരാകാൻ നമുക്ക് സ്വയം പ്രതിജ്ഞ ചെയ്യാം. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.